കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കടുക്കുന്നു. കർഷകനെ ആക്രമിച്ച കാട്ടുപോത്തിനെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കക്കയം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സമീർ, നാട്ടുകാരുടെ നേതൃത്വത്തിലാണോ ഈ ഉപരോധം? എന്താണ് ഈ കാട്ടുപോത്തിനെ പിടികൂടുന്നതിൽ ഇനിയും വൈകുന്നതിന്റെ കാരണമായി വനം വകുപ്പ് പറയുന്നത്? വേണു, കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടിയാണ് 70-കാരനായിട്ടുള്ള അബ്രഹാം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടെയായിരുന്നു കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാവുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കക്കയത്തും അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലും എന്നുള്ള ഉറപ്പ് സർക്കാരും ജില്ലാ ഭരണകൂടവും നൽകുന്നത്. എന്നാൽ ഈ സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ വെടിവെക്കാൻ, അതായത് വെടിവെച്ച് കൊല്ലാൻ ചില ഉത്തരവിട്ടിട്ടുണ്ട് എങ്കിലും ആ ഉത്തരവിൽ ചില മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അത്തരം മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ല, വെടിവെക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അബ്രഹാമിനെ കൊന്ന ആ കാട്ടുപോത്തിനെ അവർ നാട്ടുകാരെല്ലാം തന്നെ കണ്ടിരുന്നു എന്നും അതിന്റെ കൊമ്പിൽ ഈ രക്തക്കറ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അത്തരമൊരു നടപടിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്നില്ല. അതിന് കാരണം ഉദ്യോഗസ്ഥർക്ക് ഭയമാണ്. ഈ ഒരു മാനദണ്ഡം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള 2ാം ഘട്ട പ്രതിഷേധവുമായിക്കൊണ്ട് നാട്ടുകാർ എത്തുന്നത്. ഇപ്പോൾ കക്കയത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. ഇന്ന് വൈകിട്ട് പാരിഷ് ഹാളിൽ വലിയ ഒരു ജനകീയ കൺവെൻഷൻ ചേരുന്നുണ്ട്. ഫാദർ വിൻസെന്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു കൺവെൻഷൻ ചേരുന്നതും തുടർന്നുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുക്കുകയും എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ തന്നെ ശക്തമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചിരുന്നു. വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ കർഷകരുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ കക്കയത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധം പുരോഗമിക്കുകയാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന്.